ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി പറയണേ ഈ ഷെൽഫ് ഉണ്ടാ ഇതിങ്ങനെ ഫ്രീ ആയി കിടക്കുക ആണല്ലേ, ഫുൾ ഫ്രീ. അപ്പോൾ ഇതിൻ്റെ പഴയ കുറേ നോവലും പുസ്തകങ്ങളും എന്തൊക്കെ കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെ നമുക്കിന്ന് ഇതിൻ്റെ ഉള്ളിൽ അടുക്കി പെറുക്കി സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ആ പണി നടക്കാം നമുക്ക്. ഫസ്റ്റ് ഇത് ഫുൾ അറേഞ്ച് ചെയ്യണം. നോവലും കഥയും താണ്ട് പണ്ടത്തെ ഡൈജസ്റ്റ് വെച്ചിരിക്കുന്നുണ്ട് കുറേ. ഇതൊക്കെ ഓർത്തുകണ്ട ഒക്കെ ഡൈജസ്റ്റാ. പഴയ ഡിക്ഷണറി ഉണ്ട്, കുറേയൊക്കെ ഡൈജസ്റ്റ് എന്തൊക്കെ കുറേ ബുക്കൊക്കെ ഉണ്ട്. ആദ്യം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. അങ്ങനെ കുറച്ചൊക്കെ സെറ്റാക്കി ഗൈസ്. ഇവിടെ പഴയ നമ്മുടെ പഴഞ്ചൊല്ലി മനപ്പാടം അങ്ങനത്തെ സാധനങ്ങൾ, ഇതൊക്കെ ചെറിയ കുറേ ഈ ടൈപ്പ് നാടകങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ സെറ്റപ്പ് ഇവിടെ ആക്കി. ഇത് ഫുള്ള് ഡൈജസ്റ്റ്, ഡിക്ഷണറി, ഇതൊക്കെ എന്തൊക്കെ നമ്മുടെ ഭക്തി നോവൽ എന്തൊക്കെ ഇവിടെ. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി നോവലുകൾ ഇതിൽ സെറ്റാക്കണം. ഇനി വെക്കാൻ ഇതിൻ്റെ ഉള്ളുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞാൽ സംഭവം ക്ലിയറായി. ഇതിൻ്റെ കോളേജിലെ മാഗസിനാണ് ഫൈനൽ ഇയറിൽ പഠിക്കുന്നത്. ഇയർ നോക്കി 2012-13. ഇതിൽ എൻ്റെ പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ നോക്കണത്. ഇതിൽ ഞങ്ങളുടെ ബികോം ബാച്ച്. ഇതിലെവിടെയെങ്കിലും ഇതിലെവിടുത്താണായിരുന്നു എൻ്റെ ക്ലാസ്, ബി ബാച്ച്. ഇതിലെവിടെയെങ്കിലും എന്നെ കാണണ്ടോ? ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. ഇത് സി ബാച്ച്. ഇതിലെവിടെയെങ്കിലും ഈ ഒരൊറ്റ ഫോട്ടോയിൽ എവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ഒന്ന് കാണിച്ചിട്ടോ. ഓക്കെ, ഇതായിരുന്നു മാഗസിൻ. ഇതും കൂടി ഇതിലോട്ട് ഇങ്ങനെ സെറ്റാക്കി വയ്ക്കണമെങ്കിൽ വയ്ക്കാൻ കൊള്ളില്ല. ഇത് കൊള്ളില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് താഴത്തെ വിട്ടിരിക്കട്ടെ. അപ്പോൾ ബുക്കും കാര്യങ്ങളൊക്കെ സെറ്റായി, ഷെൽഫ്. ഓക്കെ, എൻ്റെ ലെറ്റർ വേറൊരു സാധനം കിട്ടി. പണ്ട് IELTS പഠിക്കാൻ പോയ സമയത്ത് വാങ്ങിയൊരു ബുക്കാണ്. 650 രൂപയുടെ ബുക്ക്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ അയച്ചുതരാം. ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു, ഹിന്ദിയിൽ മുൻഷിയായിരുന്നു. മുൻഷി വെയിറ്റ് ഉണ്ട്. അപ്പം അതും നേരെ ഇതിലോട്ട് കയറ്റി വയ്ക്കാം. ഇത് നേരെ വെക്കണം ഇങ്ങനെ ഷെൽഫ് സെറ്റ്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.